നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ സുപരിചിതനാണ് വൈഷ്ണവ് ഹരിചന്ദ്രൻ. നടൻ കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയിലൂടെയാണ് വൈഷ്ണവിനെ സോഷ്യൽ മീഡിയയ്ക്ക് പരിചയമാകുന്നത്. ബന്ധം പിരിഞ്ഞതിന് പിന്നാലെ തന്റെ സോഷ്യൽ മീഡിയയിൽ നിന്നും വൈഷ്ണവുമായുള്ള എല്ലാ വീഡിയോകളും ദിയ നീക്കം ചെയ്തിരുന്നു. തന്റെ സുഹൃത്തായ അശ്വിൻ ഗണേഷിനെ ദിയ പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു. അതേസമയം ദിയയ്ക്കൊപ്പമുള്ള വീഡിയോകൾ ഇപ്പോഴും വൈഷ്ണവിന്റെ പേജുകളിലുണ്ട്. കോളേജ് കാലം മുതൽ സുഹൃത്തുക്കളായിരുന്ന ഇവർ പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു. എന്നാൽ 2 വർഷം മുമ്പ് ഇവർ പിരിഞ്ഞു. വൈകാതെ ദിയ മറ്റൊരു പ്രണയബന്ധത്തിലേക്ക് കടന്നു. തന്റെ മുൻ പ്രണയങ്ങളിലെല്ലാം കാമുകന്മാർ തന്നെ വഞ്ചിക്കുകയാണ് ഉണ്ടായതെന്ന് ദിയ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തായിരുന്ന അശ്വിൻ ഗണേഷിനെയാണ് വൈഷ്ണവുമായി പിരിഞ്ഞ ശേഷം ദിയ പ്രണയിച്ചത്. വൈഷ്ണവിന്റെയും സുഹൃത്തായിരുന്നു അശ്വിൻ. ഇപ്പോഴത്തെ പുതിയ അഭിമുഖത്തിൽ വൈഷ്ണവ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നും പഠിച്ച കാര്യം എന്തെന്ന് വൈഷ്ണവ് പങ്കുവച്ചു. കൂടെ നടക്കുന്ന എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. എന്റെ പിറകിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ അവരിൽ 1-2 പേർ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും ഞാൻ നേടുന്നത്. അതൊരു പ്രശ്നമുണ്ടാക്കും. അത് ചിലപ്പോൾ ഭയങ്കര പ്രശ്നമായി മാറും. ഫ്രണ്ട്ഷിപ്പും എല്ലാ ഷിപ്പും പോകും. അവസാനം ഷിപ്പ് മുങ്ങും. അതുകൊണ്ട് ഞാൻ മാത്രമല്ല, എല്ലാവരും സൂക്ഷിക്കുക. ചിലപ്പോൾ ചിലരുടെ പിന്നിലായിരിക്കും ഞാൻ. പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. എനിക്കും ഈഗോയും ദേഷ്യവും എനിക്കുമുണ്ട്. പക്ഷേ പൊതുവിടത്ത് കാണിക്കാറില്ല. പക്ഷെ പിന്നിലുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണമെന്നും വൈഷ്ണവ് പറഞ്ഞു. മുൻപത്തെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയപ്പോൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ചും വൈഷ്ണവ് സംസാരിക്കുകയുണ്ടായി. റിലേഷൻഷിപ്പിലായാൽ ഒരുപാട് കൂട്ടുകാരെ കൂട്ടാൻ പാടില്ല. നമുക്ക് കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ വേണം. എന്റെ തെറ്റായിരുന്നു. എല്ലാവരെയും ഇഷ്ടമായതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ മാറി ചിന്തിക്കുന്നു. അതാണ് കഴിഞ്ഞ ബന്ധത്തിൽ നിന്ന് പഠിച്ചതെന്നും വൈഷ്ണവ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് ദിയ അശ്വിൻ ഗണേഷ് വിവാഹം ആഘോഷപൂർവ്വം നടന്നത്. ദിയയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ വൈഷ്ണവ് വിവാഹാശംസകളും അറിയിച്ചു. താൻ പ്രണയത്തിലാണെന്നും വൈഷ്ണവ് അഭിമുഖത്തിൽ പറയുന്നുണ്ട്. വിവാഹത്തിന് മുൻ കാമുകിമാരെ ക്ഷണിക്കുമെന്നും വൈഷ്ണവ് പറഞ്ഞു. വിവാഹ ജീവിതത്തിലെ സന്തോഷകരമായ നാളുകളിലൂടെയാണ് ദിയ കൃഷ്ണ ഇപ്പോൾ കടന്നു പോകുന്നത്. താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പങ്കാളിയാണ് അശ്വിനെന്നും അശ്വിൻ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടെന്നും താൻ സന്തോഷവതിയാണെന്നും ദിയ കൃഷ്ണ വ്യക്തമാക്കിയിരുന്നു. വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കാനാണ് താൻ ആഗ്രഹിച്ചതെന്നും ദിയ പറഞ്ഞിട്ടുണ്ട്. തന്നെ ദിയയെ പോലെ ഇതിനു മുമ്പ് ആരും ഇത്രമാത്രം സ്നേഹിച്ചിട്ടില്ലെന്ന് അശ്വിൻ പറയുന്നുണ്ട്. അടുത്തിടെയാണ് ഇരുവരും ബാലിയിൽ ഹണിമൂൺ യാത്രയ്ക്ക് പോയത്. എന്തായാലും വൈഷ്ണവ് ഹരിചന്ദ്രൻ ദിയ കൃഷ്ണയുമായുള്ള സൗഹൃദം ഇപ്പോഴില്ല. 2 വർഷം മുമ്പ് വരെ ഇരുവരും പ്രണയത്തിലായിരുന്നു. ഈ സമയത്ത് ദിയയുടെ സോഷ്യൽ മീഡിയ പേജിലും യൂട്യൂബ് വീഡിയോയിലുമെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് വൈഷ്ണവാണ്. കോളേജ് കാലം മുതലുള്ള സൗഹൃദമാണ് പ്രണയത്തിലേക്ക് വഴിമാറിയത്. ഇരുവരും ഒരുമിച്ചുള്ള ഡാൻസ് വീഡിയോകൾക്കെല്ലാം ആരാധകർ ഏറെയായിരുന്നു. പക്ഷെ ഒത്തുപോകാൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെ 2 വർഷം മുമ്പ് ഇരുവരും വേർപിരിഞ്ഞു. അതിനുശേഷം വൈഷ്ണവിന്റെയും സുഹൃത്തായിരുന്ന അശ്വിൻ ഗണേഷിനെ പ്രണയിച്ചു ദിയ. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 5-നായിരുന്നു ഇരുവരുടെയും വിവാഹം. ബ്രേക്കപ്പിനെ കുറിച്ച് ദിയ സംസാരിച്ചപ്പോഴെല്ലാം പ്രണയത്തിൽ വഞ്ചിക്കപ്പെട്ടു എന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സൈബർ ബുള്ളിങ്ങും വൈഷ്ണവിന് അനുഭവിക്കേണ്ടി വന്നു. 1 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സുമായി ഇൻസ്റ്റാഗ്രാമിൽ തിളങ്ങുന്ന വൈഷ്ണവ് തന്റെ ജീവിതത്തിലെ പുതിയ വിശേഷങ്ങളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ് താനെന്നും സോഷ്യൽ മീഡിയയെ ഫ്യൂച്ചറായി കണ്ടിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് വൈഷ്ണവ് സംസാരിച്ചു തുടങ്ങിയത്. ശരീരഭാരം വർദ്ധിച്ചതിന്റെ പേരിൽ വരുന്ന ബോഡി ഷെയ്മിംഗ് കമന്റുകളെ കുറിച്ചും വൈഷ്ണവ് തുറന്നു പറഞ്ഞു. തടി വെച്ചുവെന്ന് പറഞ്ഞ് ബോഡി ഷെയിം ചെയ്ത് മെസ്സേജുകൾ വരാറുണ്ട്. ഞാൻ നന്നായി ഫുഡ് കഴിക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. പിന്നെ മിക്കവാറും ഉടനെ ഞാൻ തടി കുറയ്ക്കും. ബോഡി ഷെയിം ചെയ്യരുതെന്ന് പറഞ്ഞാലും ആളുകൾ അത്തരത്തിലുള്ള മെസ്സേജുകൾ അയക്കാറുണ്ട്. നേരത്തെ ഫിറ്റ്നസ് നോക്കാറുണ്ടായിരുന്നു. നെഗറ്റീവ് കമന്റ്സ് വന്നാൽ എന്നെ ബാധിക്കാറില്ല. ഞാൻ അതിന് മറുപടി കൊടുക്കാറ് പോലുമില്ലെന്നും താരം പറയുന്നു. ജീവിതത്തിലുണ്ടായ പ്രണയത്തെക്കുറിച്ചാണ് പിന്നീട് സംസാരിച്ചത്. പ്രപ്പോസൽസ് കുറച്ചൊക്കെ വരാറുണ്ട്. നേരിട്ട് ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല. മെസ്സേജുകളാണ് വരാറ്. പിന്നെ എനിക്ക് ആരെയും ഇഷ്ടപ്പെടാറില്ല. കുറച്ചു നാളുകളായി പുറകെ നടക്കുന്ന പരിപാടിയൊന്നുമില്ല. പ്രണയിനി ഇങ്ങനെയാകണം അങ്ങനെയാകണം എന്നൊന്നും സങ്കല്പമില്ല. നല്ല പേഴ്സണാലിറ്റിയുള്ള പെൺകുട്ടിയാകണം. സൗന്ദര്യമില്ലെങ്കിലും കുഴപ്പമില്ല. തല തിന്നുകൊണ്ട് ഇരിക്കാൻ പാടില്ല. വർക്കിംഗ് പോകുമ്പോൾ കിന്നരിക്കാൻ പാടില്ല. ഞാൻ ഇപ്പോൾ കമ്മിറ്റഡ് ആണ്. കുറച്ചു നാളായി പ്രണയത്തിലാണ്. എല്ലാവരെയും വിചാരം ഞാൻ സിഗ്മയാണെന്നാണ്. പക്ഷേ കുറച്ചുകൂടി ലൈഫ് എൻജോയ് ചെയ്തിട്ടേ വിവാഹം ഉണ്ടാകും. ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടികളുടെ എല്ലാം വിവാഹം വളരെ പെട്ടെന്ന് നടക്കുമെന്നൊരു സംസാരമുണ്ട്. അങ്ങനെ കെട്ടിപ്പോയവരെല്ലാം നന്നായി ജീവിക്കുന്നുവെന്ന് തോന്നുന്നു. എന്റെ എക്സുകളെല്ലാം കല്യാണത്തിന് ഞാൻ വിളിക്കും. എന്റെ കല്യാണമായെന്ന് എല്ലാവരും അറിയണം. ഇതുവരെ 10-ന് മുകളിൽ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബ്രേക്കപ്പ് ആയെങ്കിലും അവരെല്ലാം ഫ്രണ്ട്സ് തന്നെയല്ലേ. അവരുടെ കൺസേൺ കൊണ്ടുകൂടിയാണ് ഫോട്ടോയും വീഡിയോയും ഒന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്യാത്തത്. എന്റെ ഇഷ്ടപ്രകാരം മാത്രമല്ല, ചിലതൊക്കെ കളഞ്ഞിട്ടുണ്ട്. ആർക്കും പ്രശ്നമൊന്നുമില്ല. നമ്മൾ അങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. അവരിൽ പലരും ഇപ്പോഴും കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. ദേഷ്യമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാറില്ല. ബ്രേക്കപ്പ് പോയപ്പോൾ 1-2 ദിവസം വിഷമമുണ്ടായിരുന്നു. ചിലർ അതേക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് വിഷമം കൂടാറുള്ളത്. ഞാൻ പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യും. റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ഒരുപാട് കൂട്ടുകാരെ കൂട്ടാൻ പാടില്ലെന്ന പാഠം ഞാൻ പുതുതായി പഠിച്ചു. നമുക്ക് കുറച്ച് പ്രൈവറ്റ് മൊമെന്റ്സ് ഒക്കെ വേണം എന്ന് വൈഷ്ണവ് പറഞ്ഞു.